തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ കൂട്ടമായ കുറുവ സംഘം പറവൂരിലെത്തിയെന്ന സംശയത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘം അന്വേഷിക്കും. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട്. നിതിൻ, അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ സംഘമായ കുറുവ സംഘം പറവൂരിലെത്തി എന്നൊരു സംശയമാണ് നാട്ടുകാർക്കും പോലീസിനുമുള്ളത്. രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ എന്ന് സംശയിക്കുന്ന ആളുകൾ ഇറങ്ങി നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് കുറുവ സംഘമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഇതുവരെ ഒരു ഉറപ്പ് പോലീസിനും ലഭിച്ചിട്ടില്ല. പക്ഷേ കുറുവ സംഘമാണ് എന്നൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലും പ്രദേശങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് രാത്രികാലങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. കോട്ടയമടക്കമുള്ള ജില്ലകളിൽ കുറുവ സംഘം എത്തിയിരുന്നു. ഇവർ അവിടെ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അന്ന് ഇവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷ്ടാക്കൾ തമിഴ്നാട്ടിൽ നിന്നും കൂട്ടമായി ഇവിടെ എത്തി വീടുകൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ മോഷണം നടത്തുക, എതിർക്കുന്നവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുക, ഇതാണ് ഈ കുറുവ സംഘത്തിന്റെ രീതി. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഇത്തരത്തിൽ സംഘമാണെങ്കിൽ എത്രയും വേഗം വലയിലാക്കാൻ കഴിയുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം ഇത് അന്വേഷിക്കാൻ തീരുമാനമെടുത്തതും അന്വേഷണം പുരോഗമിക്കുന്നതും. കുറുവ സംഘമാണ് പറവൂരിലെത്തിയതെങ്കിൽ ആ സംഘത്തെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. ആതിര. ശരി നിതിൻ. 2024 G20 ഉച്ചകോടി ബ്രസീലിൽ നടക്കാനിരിക്കെ ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ സന്ദർശിച്ച ശേഷമാകും മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ബ്രസീലിലെ റിയോയിലെത്തുക. നവംബർ 18, 19 തീയതികളാണ് 19ാം G20 ഉച്ചകോടി. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ത്രിരാഷ്ട്ര സന്ദർശനമാണ് പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നത്. ബ്രസീലിന് പുറമെ